എൻ്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എൻ്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ അതില് മേക്കപ്പ് ഇല്ലാതെ ഇറങ്ങിയ സുജയ, അതിന്റെ ലൈവ് ആയിരുന്നു തോന്നുന്നു. കമന്റ് സെക്ഷൻ നിറയെ സുജയെ പൊങ്കാലയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇല്ലാത്ത സുജയ സൈബർ ബുള്ളിങ്ങിലേക്ക് പോവുകയാണ്. എന്നെ എലിന്ന് വരെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവര് ശരിക്കാണ്, പക്ഷെ ഉള്ളിൽ വിഷമം ഉണ്ടാവും. വെള്ളത്തിൽ വീണു, ബസന്തി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ എന്നെ കളിയാക്കുന്നൊക്കെ ഉണ്ട്, എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞു എന്നെ എലിന്ന് വരെ വിളിച്ചു. നിങ്ങൾ നിങ്ങളെ തന്നെ ഈ ഒരു സ്ഥാനത്ത് സങ്കല്പിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കമന്റ് ഇടാനായിട്ട് തോന്നൂല. അതൊന്നാമത്തെ കാര്യം. മേക്കപ്പ് ഇട്ടാലും ഇല്ലല്ലോ ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പൊ കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ തന്നെ മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിലും ഞാനല്ലാതെ ആവില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ മേക്കപ്പിന്റെ കാര്യങ്ങൾ, മേക്കപ്പ് ഇല്ലാതെ സുജയെ പുറത്തേക്ക് ഇറങ്ങല്ലേ, കണ്ടാൽ പേടിയാകുന്നു. ചിത്രേ, സുജയ പാർവതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തക തന്നെയാണ്. ബിഗ് TV എന്ന പുതിയ സാറ്റലൈറ്റ് സംരംഭത്തിലേക്ക് കടന്ന സുജയ പാർവതി അതിന്റെ ചീഫ് എഡിറ്റർ തന്നെയാണ്. ഇപ്പോൾ ബിഗ് TVയുടെ ഓരോരോ പുതിയ വാർത്തകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും പ്രേക്ഷകരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു കാര്യമായിരുന്നു സുജയ പാർവതിയുടെ ഒരു ലൈവ് റിപ്പോർട്ടിംഗ്. ഈ പൊതു ഇടത്തിലേക്ക് ചെന്ന് സുജയ പാർവതി ചോദിക്കുന്ന, അത് മുൻ സാറ്റലൈറ്റ് സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് സുജയ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതില് മേക്കപ്പ് ഇല്ലാതെ ഇറങ്ങിയ സുജയ, അതിന്റെ ലൈവ് ആയിരുന്നു തോന്നുന്നു. കമന്റ് സെക്ഷൻ നിറയെ സുജയെ പൊങ്കാലയിടുകയാണ് ചെയ്യുന്നത്, ബസന്തി രംഗത്തേക്കുന്ന രീതിയിൽ. ശരിക്കും എന്താണ് മേക്കപ്പ് ഇല്ലാത്ത സുജയ സൈബർ ബുള്ളിങ്ങിലേക്ക് പോവുകയാണോ? അത് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ സുജയ കുറച്ചു ആളുകളൊക്കെ അറിയുന്ന ഒരാളായതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഒരു കമന്റിലേക്ക് പോകുന്നതാണ്. എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ പോരെ, എന്തിനാണ് അവരുടെ കുടുംബത്തിരിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് എന്തിട്ടിരിക്കുന്നു, പൊട്ടിന്റെ ഏതാണ് കളർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് അവർക്ക് അത് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് വന്നിട്ട് കമന്റ് ഇടാതിരിക്കും. ഇത് പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ അവരത്രയും ബോൾഡ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് അതിനകത്ത് അത്ര വലിയ വിഷമവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ആ റീല് കണ്ടപ്പോഴേക്കും എനിക്ക് ഫീൽ ചെയ്ത് എന്നെ എലിന്ന് വരെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവര് ശരിക്കാണ്, പക്ഷെ ഉള്ളിൽ വിഷമം ഉണ്ടാവും. വെള്ളത്തിൽ വീണു, ബസന്തി എന്ന് വിളിക്കുന്നുണ്ട്. അതേപോലെ അതെ, അവർക്ക് അത് ആ ഒരു കാര്യത്തിൽ അവർക്ക് എന്തായാലും വിഷമം ഉണ്ടാവും. അത് എല്ലാവർക്കും ഉള്ളിലൊരു ചെറിയൊരു വിഷമം ഉണ്ടാവും. പിന്നെ ആ ഒരു ഓളത്തിൽ നിൽക്കുമ്പോഴേക്കും ചിലപ്പോൾ അവരത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നുണ്ടാവില്ല. പക്ഷെ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ബോഡി ഷെയ്മിങ് ചെയ്താലോ അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ടൊക്കെ പറഞ്ഞിട്ട് അത് കമന്റ് ചെയ്യുമ്പോൾ ഒക്കെ എന്തായാലും ആളുകൾക്ക് വിഷമം ഉണ്ടാവും. നിങ്ങൾ നിങ്ങളെ തന്നെ ഈ ഒരു സ്ഥാനത്ത് സങ്കല്പിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കമന്റ് ഇടാനായിട്ട് തോന്നൂല. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇങ്ങനെയൊക്കെ കമന്റ് ഇടുമ്പോഴേക്കും ഇത് അവരുടെ കോൺഫിഡൻസ് ലെവലിനെയാണ് ബാധിക്കുന്നത്. നാളെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരും, നാളെ ഓക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവരിങ്ങനെ പറയുമോ എന്നുള്ളൊരു സാധനം ഇങ്ങനെയാണ് ഉടലെടുക്കുന്നത്. അങ്ങനെ ആൾക്കാരെ ഈ ഒരു ഇൻസെക്യൂരിറ്റിയുടെ പുറത്ത് വളർത്താതെ ഇതിപ്പോ നാളെ എത്ര പേര് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ മക്കൾ ഇത് കാണുന്നുണ്ടാവും, സുജയുടെ മക്കൾ ഇത് കാണുന്നുണ്ടാവും. അപ്പൊ അവര് കാണുമ്പോ അയ്യോ എന്റെ അമ്മേനെ അങ്ങനെ പറഞ്ഞു, അവര് വിഷമിച്ച നാളെ അവർക്കും ഇത് വരും എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്തിനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കയറുന്നുണ്ട്, റീല് കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് പോകൂ. എന്തിനാണ് ആവശ്യമില്ലാത്ത കമന്റുകളും കാര്യങ്ങളും ഒരാളുടെ കോൺഫിഡൻസ് തകർക്കുന്ന രീതിയിലും ഒരാളുടെ എന്താ പറയാ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യേണ്ട ആവശ്യം എന്തിനാ? നല്ലതാണെങ്കിൽ പറയാ, ഇല്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. അതാണ് ആൾക്കാർ ചെയ്യേണ്ട മിനിമം ഒരു ക്വാളിറ്റി. അതെ, സുജയ അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്താ മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിലും ഞാനല്ലാതെ ആവില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ മേക്കപ്പിന്റെ കാര്യങ്ങൾ, മേക്കപ്പ് ഇല്ലാതെ സുജയെ പുറത്തേക്ക് ഇറങ്ങല്ലേ, കണ്ടാൽ പേടിയാകുന്നു. ഇത്തരത്തിലുള്ള ലൈവിൽ കമന്റിങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ സുജയ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കമന്റുകളെ പറ്റിയിട്ട് കൂടെയുള്ള റിപ്പോർട്ടറിനോട് ചോദിക്കുന്നുണ്ട്, കണ്ടോ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നു, അതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നുള്ളത് അല്ലെ. അപ്പൊ സുജയ തന്നെ പറയും, ഞാൻ എന്തായാലും ഞാനല്ലാതെ ആവുന്നില്ലല്ലോ. ഞാനെന്ന മാധ്യമ പ്രവർത്തകയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് മുഖഭംഗി കൊണ്ടല്ല, അവരുടെ ഈ പറയുന്ന വാർത്ത അവതരിപ്പിക്കുന്ന രീതി കൊണ്ടും അവരുടെ റിപ്പോർട്ടിംഗ് കൊണ്ടും, അതെ അവരെന്ന് പറയുന്ന ന്യൂസ് റീഡറിനെ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ഓരോ വാർത്തകളും കൈകാര്യം ചെയ്യുന്ന രീതി കൊണ്ടാണ് സുജയ പാർവതി ഇഷ്ടപ്പെട്ടത്. അല്ലാതെ സുജയ പാർവതി എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ക്യൂനോ അല്ലെങ്കിൽ അങ്ങനെ കോൺടെസ്റ്റുകളിലൂടെ വന്ന അല്ലെങ്കിൽ അതായിരുന്നില്ല സുജയയുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. സുജയ അവരെ അറിയപ്പെടാൻ ആഗ്രഹിച്ചത് ഒരു മാധ്യമ പ്രവർത്തകയായിട്ടാണ്. അപ്പൊ അവരെ പ്രസന്റ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്.
ഇപ്പോൾ സുജയെ നമ്മൾ മേക്കപ്പ് ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. ഈ ന്യൂസ് റീഡിംഗ് ഇടങ്ങളിലാണെങ്കിലും ഡിബേറ്റുകളിലാണെങ്കിലും പൊതുവിടത്ത് റിപ്പോർട്ടിങ്ങിന് പുറത്തു പോകുമ്പോൾ പോലും സുജയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിലും വ്യത്യസ്തമായി സുജയ മേക്കപ്പ് ഇടാതെ ഇറങ്ങണമെങ്കിൽ സുജയ സ്വയം അങ്ങനെ ഇറങ്ങിയതായിരിക്കണമല്ലോ. അല്ലാതെ പെട്ടെന്ന് സ്പോണ്ടേനിയസ്ലി അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിട്ട് സുജയ റിപ്പോർട്ടിങ്ങിന് പോയതൊന്നുമല്ല. സ്വാഭാവികമായും ഈ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്ന റിപ്പോർട്ടിംഗ് അവര് മേക്കപ്പ് ചെയ്തോ മേക്കപ്പ് ചെയ്യാതെ ഒക്കെ ചിലപ്പോൾ സ്കിൻ ടോൺ മാറിയിട്ടുണ്ടാവുമായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, അവർ അവരുടെ രീതിയിൽ അവരുടെ ജോലി അവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അവർ മേക്കപ്പിന്റെ ഒരു കോൺടെസ്റ്റിനോ കാര്യങ്ങൾക്കോ വന്നതല്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയാ സൗന്ദര്യ മത്സരത്തിനോ ഒന്നും ഇറങ്ങിയതല്ല. അവരവരുടേതായിട്ടുള്ള രീതിയിൽ അത് അവതരിപ്പിച്ചിട്ട് പോക്കട്ടെ. ഇതിപ്പോ വീട്ടിൽ നിൽക്കുന്ന പോലെ നൈറ്റ് ഒന്നും എടുത്തിട്ടല്ലല്ലോ വന്നത് കമന്റ് ചെയ്യാനും മാത്രം. എന്താ വീട്ടിൽ നിൽക്കണ പോലെ വന്നേ എന്നൊന്നും അല്ലല്ലോ. അവര് മാന്യമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച് വളരെ ഭംഗിയായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഇനി അതിനകത്ത് വന്നിട്ട് എലീനെ പോലെ ഇരിക്കുന്നു, എലി വെള്ളത്തിൽ ചാടിയ പോലെ. എന്തിന് അവരുടെ ആവശ്യം എന്താ? ഇവർ ഇത് പറയാനാണോ അവര് വന്നത്? അവര് പറഞ്ഞ കണ്ടന്റ് എന്താന്ന് ചോദിച്ചാൽ ഇവർക്ക് അറിയാൻ പാടില്ല. ഇവര് ഈ സുജയനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല, സുജയ പറഞ്ഞൊരു വലിയൊരു കാര്യമുണ്ട് അതിനകത്തിൽ. എനിക്ക് അതിനകത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഞാൻ എങ്ങനെയാണോ അതാണ് എന്റെ സൗന്ദര്യം. സുജയ ആ പറഞ്ഞ വാക്കുകളിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു കാര്യം, ഞാനല്ലാതെ ആവില്ലല്ലോ എന്ന് സുജയ ചോദിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മളെ നിന്നെ കാണാൻ ഭംഗിയില്ല, നീ മേക്കപ്പ് ഇടാതെ പുറത്തേക്ക് ഇറങ്ങരുത്, ദയവേത് ഇങ്ങനത്തെ ഒരു കോലത്തിലേക്ക് വരരുത്, ഞങ്ങൾക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൽ വിഷമിക്കാത്ത സുജയ പറയുന്നത്, എന്റെ സൗന്ദര്യം ഇതാണ്, എന്റെ സൗന്ദര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ എത്രയും നാളും എന്റെ മേക്കപ്പ് മാത്രമാണ് അപ്പൊ നോക്കിയിരുന്നത്. സുജയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് ന്യൂസ് ഇടങ്ങളിൽ അവരെങ്ങനെ ഭംഗിയായി വരുന്നത് അനുസരിച്ചാണോ? അല്ലെങ്കിൽ അതാണ് ഒരു ആളുടെ വ്യക്തിപരമായിട്ട് ഈ വ്യക്തി സൗന്ദര്യം, ക്യാരക്ടറിന്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് അതായിട്ടാണ് തോന്നിയത്. അത് സുജയയുടെ കുറേ വർഷങ്ങളായിട്ട് ചിലപ്പോൾ അവർ ഈ പ്രൊഫഷനിലേക്ക് വന്ന കഷ്ടപ്പാടുകളും ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ കൊണ്ട് തന്നെ ആയിരിക്കും ഇത്തരം കാര്യങ്ങൾ അവർക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ആദ്യം ചിത്ര പറഞ്ഞതുപോലെ ഇതൊന്നും അല്ലാത്ത ഒരു സാധാരണ ഒരാളുടെ അടുത്താണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അവർ വളരെ ഇൻസെക്യൂർ ആയി പോകും. കാരണം അവർക്ക് ഒരു കാര്യത്തെ പറ്റിയും ഒരു കോൺഫിഡൻസ് ആയിട്ട് പിന്നീട് വന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അവർ ചിന്തിക്കും, യോ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ, കുറഞ്ഞു പോയിട്ടുണ്ടോ. ചിലപ്പോൾ നമ്മൾ പറയുന്ന കണ്ടന്റ് വെച്ചായിരിക്കും ഒരാൾക്ക് നമ്മളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ. ഇന്ന് മുഖം ഒന്ന് ചുളിയുമ്പോൾ തന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്യും നമ്മളെ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, ഞാൻ ഇട്ടത് ശരിയായില്ലേ, അല്ലെങ്കിൽ എൻ്റെ ഹെയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി മേക്കപ്പ് കുഴപ്പമുണ്ടോ. ചിലരാണെങ്കിൽ ചില ഡ്രസ്സുകൾ പിന്നീട് രണ്ടാം ഇടത്ത പോലും ഇല്ല. ഭയങ്കര ഇൻസെക്യൂർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ അതാണ്. അവര് ആ ഒരു കളർ, ആ ടൈപ്പ് ഓഫ് ഡ്രസ്സ്, ആ കളർ ഡ്രസ്സുകളോട് ഇൻസെക്യൂർ ആയി പോകും. നിങ്ങൾ ഈ ഇടുന്ന ഒരൊറ്റൊരു കമന്റ്, ചെറിയൊരു കമന്റ് ആണെങ്കിൽ പോലും അത് ആൾക്കാരുടെ ലൈഫിനെ തന്നെ ബാധിക്കും. അങ്ങനെ ചെയ്യരുത്. നല്ലതാണെങ്കിൽ പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ലതാണെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യാൻ പഠിക്കൂ. ഈ ചീത്തയാണെന്നുണ്ടെങ്കിൽ അത് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാവുന്ന സ്വാതന്ത്ര്യമുണ്ട് ആർക്ക്. അല്ല, അത് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. ആതിരയുടെ ഒരു ഡ്രസ്സ് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് പേഴ്സണലി ആതിരയുടെ അടുത്ത് സംസാരിക്കും, ആതിര ഇതിട്ടിട്ട് നിനക്ക് ചേരുന്നില്ല, മറ്റേ കളറാണെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ഒരു നല്ലൊരു രീതി എന്ന് പറയുന്നത്. ഇത് ഉടനെ വന്നിട്ട് ആതിരയുടെ ഫോട്ടോയുടെ അടിയിൽ വന്ന് എനിക്ക് അപ്പുറത്തിരിക്കുന്നുണ്ട് ഞാൻ, പക്ഷെ ഞാൻ വന്ന് കമന്റ് ചെയ്യാം ആതിര കൊള്ളില്ല, എന്ത് കാണാനായിട്ട് എന്തോ പോലെ ഇരിക്കുന്നു, കുരങ്ങിനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ വന്നിട്ട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആതിരക്ക് എങ്ങനെ ഫീൽ ചെയ്യും? അത് ആൾക്കാർ ചിന്തിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഒന്ന് വിവരം ഇല്ലാത്തതിന്റെ പ്രശ്നമാണോ, അതോ ഇവരുടെ ചിന്തയുടെ പ്രശ്നമാണോ, ഇവരുടെ അമ്മയുടെ അച്ഛനും പ്രശ്നമാണോ? കാരണം എന്താണെന്ന് വെച്ചാൽ വളർത്തിയ രീതിയെ ചിലപ്പോൾ അതായിരിക്കും. അതായത് ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ അടുത്ത് പറയാം എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ അമ്മയും അച്ഛനും ഒക്കെ അവരെ വളർത്തി വെച്ചിരിക്കുന്നത്. അപ്പം വീട്ടുകാരായിട്ട് അങ്ങനെ ആക്കി കൊണ്ടുവന്ന ആൾക്കാർ മാത്രമേ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ വന്നിട്ട് കമന്റ് ചെയ്യുള്ളൂ. അവർക്ക് അറിയില്ല ഇപ്പൊ ഒരാളുടെ അടുത്ത് എങ്ങനെ പറയണം, എങ്ങനെ സംസാരിക്കണം. ഇപ്പം മര്യാദക്കുള്ളൊരു ഫോട്ടോയുടെ അടിയിൽ വരെ സെക്ഷലി വന്നിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അവരങ്ങനെയാണ് അച്ഛനും അമ്മയും വളർത്തി വെച്ചിരിക്കുന്നത്. അവരങ്ങനെ തന്നെയാണ് അച്ഛനും അമ്മയും. എനിക്ക് തോന്നുന്നു അവരുടെ അച്ഛനും അമ്മയും ഇതൊക്കെ കാണുമ്പോഴത്തേനും ചിലപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. ഓ, എന്റെ മോൻ അങ്ങനെ കമന്റ് ഇട്ടല്ലോ, ഒരു പെണ്ണിന്റെ ബ്രസ്റ്റിനെ കുറിച്ച് കമന്റ് ഇട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര പ്രൗഡായിരിക്കും ചിലപ്പോൾ അവര്. അതൊക്കെ കൊണ്ടായിരിക്കും മേ ബി അവരങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു വ്യത്യാസം ഈ സാധനം പറയുന്നതാണ് ഈ കമന്റ് സെക്ഷനിൽ ചിലപ്പോൾ. അത് തന്നെ പറഞ്ഞ ഒരു 65 വയസ്സുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് കമന്റ് ഇട്ടേക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അവരുടെ ഫേക്ക് ഐ ഡി ആണെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും ഈ 65 വയസ്സുള്ള മനുഷ്യന്റെ അച്ഛനും അമ്മയും വളർത്തി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇതിലൂടെ ഞാൻ അവരുടെ അച്ഛനും അമ്മേനെയാണ് വിളിക്കണേന്ന് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. അല്ല, അപ്പൊ അയാളുടെ മക്കളെ എങ്ങനെയായിരിക്കും വളർത്തുന്നത്? വളരെ മോശമായിട്ട്. ഇതിന് ഇപ്പം എന്താണ്, അച്ഛൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മകനെ നമുക്ക് ഊഹിക്കാലോ, അല്ലെങ്കിൽ മകളെ നമ്മൾ
ഊഹിക്കാലോ, അച്ഛൻ ഇങ്ങനെ കമന്റ് ഇടുന്ന ആളാണ്, അപ്പം മകനും മകളും ഒക്കെ ഏത് രീതിയിൽ അവർ എക്സ്ട്രീം ആയിട്ടായിരിക്കും അവർ ചിന്തിക്കുന്നതും അവർ വന്നിട്ട് കമന്റ് ഇടുന്നതും. അടുത്ത തലമുറ അയാൾ അങ്ങനെ ആയിരിക്കും വാർത്തു വെച്ചിരിക്കുന്നത്. ഇതൊരിക്കലും ആൾക്കാർ വന്നിട്ട് അങ്ങനെ ആക്കുന്നതല്ല. അല്ല, ചിലര് ഈ സുജയ പർവ്വതയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ചിലർ മാന്യമായിട്ട് ചില കമന്റ് പറയുന്നുണ്ട് ബിഗ് ടിവിയുടെ വീഡിയോ ക്വാളിറ്റി എത്ര പോരാ, കാരണം ഈ വീഡിയോ ക്വാളിറ്റി നമ്മളുടെ ആ ഒരു ഇത് അതുണ്ട് മാറ്റം ഉണ്ടാവാം. നമുക്ക് നല്ല ക്യാമറ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. നമ്മൾ ഏത് രീതിയിൽ ഇരുന്നാലും നമ്മുടെ എഡിറ്റർ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ആ വീഡിയോ ആൾക്കാർ എത്രയോ ഭേദമാണെന്ന് തോന്നിപ്പോവും. ഇവർക്ക് അത് കുറച്ചുകൂടി മൂലയുള്ള ആൾക്കാരാണ്. അതായത് അങ്ങനെ പറയുന്ന ആൾക്കാർ കുറച്ചുകൂടി മൂലയുള്ള ആൾക്കാരാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കമന്റ് ഇടില്ല. അവര് അയാൾ പറഞ്ഞത് എനിക്ക് എത്ര ഭയങ്കര ഇത് തോന്നുന്നു. അയാൾ പറഞ്ഞത് ആ വീഡിയോ ക്വാളിറ്റി കാര്യം കൂടിയാണ് പറഞ്ഞത്. ചിലപ്പോ നമ്മള് ഇരിക്കുന്ന കോലം ഇത് അറിയാത്ത ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മളിപ്പോ അത്ര വലിയ ശ്രദ്ധിക്കാറൊന്നുമില്ല. ചിലപ്പോ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്, മുടി പോലും ചെയ്യാതെയൊക്കെ വന്നിരിക്കും. അടിയിൽ വരുന്ന കമന്റിനും വലിയ കാര്യമൊന്നുമില്ല, നമ്മളതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു രീതിയിലാണ്, നമ്മൾ അത്ര വലിയ കോൺഫിഡൻസ് അല്ല നമ്മുടെ ആ ഒരു സ്കിൻ എന്താ പറയുക ഫേസിനൊന്നും കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ക്യാമറ നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ഇരിക്കും. അതിനകത്ത് കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയോടുകൂടി ഇരിക്കും. അതൊന്നാമത്തെ കാര്യം. പിന്നെ എഡിറ്റർ നല്ലതാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഗ്രേഡിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സമയം ഉണ്ടെങ്കിൽ അവർ അതൊക്കെ ചെയ്തു തരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇല്ലാണ്ട് ഉടനെ തന്നെ വന്നിട്ട് ആ വീഡിയോ ക്വാളിറ്റി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത് അത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ. ഇല്ലാണ്ട് ഇതുപോലുള്ള ചവറ് വന്ന് കമന്റ് ആൾക്കാർ ഇടാതിരിക്കുക. അതിന്റെ ടെക്നിക്കൽ വശങ്ങളും കൂടി ഒന്ന് നോക്കൂ. ചിലപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ അവർ അത്രയും മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കണ്ടത്. നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അവരുടെ കണ്ടന്റ് നോക്കൂ, അത്രേ ഉള്ളൂ.